എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മാളികപ്പുറം സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ അയ്യപ്പസ്വാമിയും അതുപോലെ തന്നെ വാവരും കൂടി ഉണ്ണിമോൾക്ക് ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പം ആ വീട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളെ കുറിച്ചിട്ടും ഉണ്ണിമോൾക്ക് നല്ല ധാരണ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ ഭഗവാന്റെ ആ ഒരു വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ണിമോളാണെങ്കിലോ, ഗുരുദേവ ഇതെന്തൊക്കെ ഈ കേൾക്കുന്നത്, ആ ചേച്ചിയുടെയും അതുപോലെ തന്നെ ആ ചേട്ടന്റെയും ദേഹത്ത് മറ്റാരൊക്കെയോ കയറിയെന്നോ, ഇതെന്തൊക്കെയാ ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിമോള് ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടൊക്കെ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ ഗിരിദേവനും അതുപോലെ തന്നെ വാവയും പറഞ്ഞു, അതെ, ഗന്ധർവ ലോകത്തു നിന്നും അതുപോലെ തന്നെ ദേവി ദേവന്മാരും അതുപോലെ യക്ഷനും കിന്നരന്മാരും ഒക്കെ പല ആൾക്കാരും നമ്മളൊക്കെ ടൂറ് പോകുന്നത് പോലെ തന്നെ അവരും ഭൂമിയിലേക്ക് വരാറുണ്ട്. ഉണ്ണിമോൾക്ക് അതൊക്കെ മനസ്സിലായ കഥകളല്ലേ, അതുപോലെ വന്നവരാണ് ഇവർ ഈ വിദ്യാധര ദമ്പതികള് അവർക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹം, അതും ഇതുപോലെയുള്ള ഒരു ദമ്പതികളുടെ ആ ഒരു ബോധ മനസ്സിലേക്ക് കടന്നുകൂടിയിട്ട് അവരായിട്ട് ജീവിക്കുക, അതിനു വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയതാണ് ആ വീട്. ആ വീട്ടിലാണെങ്കിലോ ഭഗവാൻ ഹനുമാൻ സ്വാമിയുടെ നല്ലൊരു ചൈതന്യമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്ത് അവർക്ക് താമസിക്കുകയും അതുപോലെ തന്നെ ഭഗവാനാണെങ്കിൽ നിത്യ ബ്രഹ്മചാരിയും കൂടിയാണ്. അപ്പം ഭഗവാനെ ഉപദ്രവിച്ചുകൊണ്ട് ഇവർ ഓരോ കാട്ടായങ്ങൾ കാണിച്ചു കൂട്ടുകയും ഇവളുടെ പൈതാഹങ്ങൾ തീർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെയാണ് ഭഗവാന്റെ ആ ഒരു കോപത്തിന് ഇവർ പാത്രമാകുന്നതെന്ന് കൂടി ഗിരിദേവൻ ഇങ്ങനെ ഉണ്ണിമോൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉണ്ണിമോളാണെങ്കിലോ ശരിക്കും ഈ കഥയൊക്കെ കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അല്ല ഗിരിദേവ, ഇനി നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ചേച്ചിയുടെയും അതുപോലെ തന്നെ ആ ചേട്ടൻ്റെയും അവരുടെ ആ ഒരു വിവാഹവും അവരുടെ ജീവിതവും ഒക്കെ നല്ലതുപോലെ പോവണ്ടേ? ഇവരുടെ ശരീരത്ത് കയറി കൂടിയിരിക്കുന്ന ആ വിദ്യാധര ദമ്പതികൾ അവരിറങ്ങിപ്പോയെങ്കിൽ മാത്രമല്ലേ ആ ചേച്ചിക്കും ചേട്ടനും ഒക്കെ നല്ലൊരു ജീവിതം കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി ഗിരിദേവ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാൻ പറയുക. അങ്ങനെ ഉണ്ണിമോൾക്ക് ഗിരിദേവൻ ഒരു ഉപദേശം കൊടുത്തു. അതെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് പ്രത്യേക ചില വഴിപാടുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കാണിക്കയായിട്ട് ഭക്ഷണമൊക്കെ ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടുന്ന ചുമതലകളെല്ലാം ഉണ്ണിമോളും അതുപോലെ മുത്തശ്ശിയും കൂടി ചേർന്ന് വേണം ചെയ്യാനെന്നും ഗിരിദേവൻ ഉപദേശിച്ചു. ഈ ഉപദേശങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ ഉണ്ണിമോളും കൂടി ആ ഭക്ഷണ സാധനങ്ങളൊക്കെ തയ്യാറാക്കാൻ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ ആ നാട്ടുകാർക്കൊക്കെ വളരെയധികം വിശ്വാസമാണ് ആ ഒരു വീട്ടിൽ ഇതുപോലെ ഹനുമാൻ സ്വാമി ഉണ്ടെന്നും സ്വാമിയുടെ ചൈതന്യം വളരെയധികം ഉണ്ടെന്നും ഒക്കെയുള്ള ആ ഒരു വിശ്വാസം. ഇങ്ങനെ ഇവിടെ ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ കാണിക്കുന്നത് വിദ്യാധര ദമ്പതികളെയാണ്. അപ്പതാ അവരാണെങ്കിൽ അവർ ഒരുപാട് സന്തോഷത്തോടു കൂടി ജീവിച്ചതാ. അവർക്ക് ആ ഒരു ജീവിതം അതും ഒരുപാട് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് മനുഷ്യലോകത്തേക്ക് വന്നതും ഭൂമിയിൽ വന്നിട്ട് ഇതുപോലെയുള്ള ഒരു ദമ്പതികളുടെ ശരീരത്ത് കയറി കൂടിയതും. അവരാണെങ്കിൽ അന്നേ ദിവസം ഒന്നാകേണ്ടവരുമായിരുന്നു. അപ്പം ആ ഒരു ദമ്പതികളോട് ഈ ഒരു വിദ്യാധര ദമ്പതികൾ ചെയ്തത് തീരാത്ത ഒരു ചതി തന്നെയാണ്. ആ ഒരു ചതിയും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ കോപം ഏറ്റുവാങ്ങിയത് കൊണ്ടും ആ ഒരു ശാപത്തിൽ നിന്ന് മുക്തി നേടാനും വേണ്ടി ഇവർ ലാസ്റ്റ് ഭഗവാന്റെ അടുത്ത് തന്നെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹനുമാനെ വിളിച്ച് കേണപേക്ഷിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ ഇവർക്ക് മുന്നിൽ ഭഗവാൻ തൻ്റെ ദർശനം നൽകുകയും അതുപോലെ തന്നെ ഈ വരുന്ന ആ ഒരു പൗർണമി നാളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈതാഹങ്ങളൊക്കെ അകറ്റാൻ സാധിക്കുവാണെങ്കിൽ അന്ന് നിങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കുകയും ഈ ദമ്പതിമാരുടെ ശരീരം വിട്ട് നിങ്ങൾ അങ്ങേ ലോകത്തേക്ക് പോവുകയും ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഉത്തരവിറക്കി. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ അവരാണെങ്കിലോ ഭഗവാനെ എല്ലാത്തിനും ഇപ്പൊ ഒരു ശാപമോക്ഷം വരെ തരാനായിട്ടുള്ള ആ ഒരു മനസ്സ് കാണിച്ചു. എല്ലാത്തിനും ഭഗവാന്റെ അടുത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അവർ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. ഈ സമയത്താണെങ്കിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തി കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കണം. അപ്പം ഈ മനയിലും അതുപോലെ തന്നെ ആ നാട്ടിലും ഭഗവാന്റെ നല്ല ചൈതന്യമുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഉണ്ണിമോളും അതുപോലെ തന്നെ ഗിരിദേവനും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഭഗവാൻ ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്താനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ ആ ഒരു പ്രമോ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ഫുൾ വീഡിയോ ആയിട്ട് രാവിലെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരിക്കണം കേട്ടോ.